അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഏറെ സ്നേഹബഹുമാനമുള്ള TTQ പഠിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ, ഈ ഇരുത്തത്തെയൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീ. ശുക്രൻ, ജസാക്കല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. ഓക്കെ, അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീ. ഉഷാറായിട്ട് പാരായണം ചെയ്തു, തെറ്റുകളൊന്നുമില്ല. ഈ ഒരു ഭാഗം ഒന്ന് തഹജ്ജുദ് ചെയ്തു. വാവ് ഫത്തായ വ, യാ ഫത്തായ യാ, വയ്യ, വാവ് സുക്കൂൻ, വയൗ, മീം ഫത്തായ മ, വയൗമ, താ ഫത്തായ ത, ഷീൻ ഫത്തായ ശ, തശ, ഖാഫ് ശദ്ദ ഫത്തായ മുഫഖമ, തശഖ, ഖാഫ് ളമ്മ ഖു, തശഖഖു, വയൗമ തശഖഖു. ഓക്കെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, ശുക്രൻ. أعوذ بالله من الشيطان الرجيم. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ഓക്കെ, അൽഹംദുലില്ലാഹ്. همزة وصل تسكت وصل نبدأ بها لام قمرية ലാം ഖമരിയ മുളഹറ. لام قمرية ملهرة അൽ ميم ضمة مو لام سكون مل كاف ضمة ملكو الملك يا فتحة يا واو سكون يو ما ميم فتحة ما همزة كسرة إي يومئذ دال تنوين بالكسرة يومئذ الملك يومئذ. ഒന്ന് പാരായണം ചെയ്യൂ. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ഓക്കെ, അൽഹംദുലില്ലാഹ്. ശുക്രൻ, ജസാക്കല്ലാഹ്. അരുണിസ താത്ത. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ലിൽ ഇൻസാനി എന്ന് പറയാതെ ലിൽ ഇൻസാനി ഖദൂല. ഒന്നും കൂടെ ഓതട്ടെ. ഓ, لقد أضلني عن الذكر بعد إذ جاءني
وكان الشيطان للإنسان خذولا ഖദു എന്നുള്ളത് ദാലാണ്. ഖദൂല ദു ദ. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. അല്ലാഹ് ഖൈർ നൽകട്ടെ. ലഖദ് അളല്ലനി ആ ലാം ഫത്സല ഫത്സ മുഹഫമ ഖ ലഖ ദാൽ സാക്കിന മുഖൽഖല ലഖദ് അലിഫ് ഹംസ ഫത്സ ആ ലാദ് ഷദ്ദ ഫത് അല്ല ലാദ് ഫത്സ മുഹഫമ വ അൽ അദ ലാം ഷദ്ദ ഫത്സ അളല്ല നൂൻ കസ്റ യാ മദ് തബി ഹറകതാൻ അളല്ലനി ലഖദ് അളല്ലനി ഓതും. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ഓക്കെ, ദ്വാദിനെ ശ്രദ്ധിക്കാൻ. അളല്ലനി അള്ളാഹ് അല്ല, ദ്വാദാണ്. ലഖദ് അളല്ലനി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഉഷാറാണ്. അൽഹംദുലില്ലാ. സഹിറത്ത, ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. റസൂലു ഇന്ന ഖൗമി ഇത്തഖദു. റസൂലു എന്നാണ്, റസൂലി എന്നല്ല. റസൂലു. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. واو وقال الرسول واو فتح وقاف فتح مفخمة قاف لام فتح لام وقال അലിഫ് മദ് ഇല്ല. ألف ഖാഫിലെ ഖാഫ് ഫത്ഹ മുഫഖമ, അലിഫ് മദ് ألف مادة മുഫഖമ. واو فتح قاف فتح قاف ألف مادة كبير حركتان لام فتح لام അതൊന്നായിട്ട് പറയണോ? ഖാഫ് ഫത്ഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, മത്ബി ഹർകതാൻ ഖാ, ലാം ഫത്ഹ ല, ഖാല വഖാല. واو فتح قاف فتح ألف مادة مفخمة كبير حركتان لام فتح لام قال وقال ألف ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ നബ്ദഉ ബിഹാ. نبدأ بها لام لام شمسية مدغمة في الراء المفتوحة مفخمة. كتولة لام شمسية مدغمة في الراء المفتوحة مفخمة. الراء سين وما واو مد فدي حركتان سو لام وما لو رسول وقال الرسول نوديكولي. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ദാലിനെ ശ്രദ്ധിക്കണേ. തഖദു എന്നല്ല, ദാലാണ്. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. ഓക്കെ, അൽഹംദുലില്ലാ, ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അസ്സമാഉ എന്നൊന്ന് മാത്രം ഒന്ന് തഹജ് ചെയ്യൂ. ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ നബ്ദഹു ബിഹാ ആ ലാം ശംസിയ ഇദാമ ഫിസ് ഫിസ്സിൽ മഫ്തൂഹ് അസ്സ മീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് അർബ ഹംസ ഹറകാത്ത് ഹംസ ലമ്മ ഓ അസ്സമാ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الملك يومئذ للحق للرحمن وكان കമറുത്ത ഒരു മിനിറ്റ്. യൗമ ഇതിനിൽ ഹഖുലിർ റഹ്മാൻ, യൗമ ഇതിനിൽ ഹഖു ലിർറഹ്മാൻ. الملك يومئذ للرحمن الملك يومئذ للحق للرحمن ഹഖു الملك يومئذ الحق للرحمن الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. കുറെയൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും ഇനി ശരിയാക്കുന്നുണ്ട്. യൗമൻ അവിടെ മണിക്കൊന്ന്, യൗമൻ അലൽ കാഫിരീന അസീറ. ഓക്കെ, അൽഹംദുലില്ലാ, അള്ളാഹ് ഖൈറാക്കട്ടെ. ഓക്കെ, ടീച്ചർ സ്ക്രീൻ റെഡിയായോ? ആ സ്ക്രീന് ലഭിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ലഭിക്കുന്നുണ്ടല്ലോ. നിങ്ങളെന്തോ അത് പിന്നെ പിൻ ചെയ്ത് വെച്ചതാണല്ലോ. ഞാൻ എല്ലാവർക്കും കാണുമല്ലോ. നിങ്ങൾ ലെഫ്റ്റായി വരേണ്ടി വരും. ഓക്കെ, പുറത്ത് പോയിട്ട് വന്ന് നോക്കിന്നാൽ കിട്ടും ചിലപ്പോൾ. ശരി എന്നാ. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാ. റഹ്മാൻ, റഹ്മാൻ സാജിദുണ്ട്. ഷാഹിദുണ്ട്. ഷാജിദ സാഹിദ രണ്ടാൾക്കാരേ ഉള്ളൂ. അപ്പൊ സാജിദ ഇത് പാരായണം ചെയ്തോളൂ. ويوم يعض الظالم على يديه يقول يا ليتني اتخذ مع الرسول سبيلا. ശരിയാക്കാനുണ്ടല്ലോ കുറെ സ്ഥലങ്ങളില്. യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ വയൗമ യഉദ്ദു الظാലിമു. അടക്ക പ്രശ്നങ്ങളുണ്ടല്ലോ സാജിദ. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഓക്കെ, പറയാനൊക്കെ റെഡി ആയിരിക്കുന്നു. പക്ഷെ മഖ്റജാണ്, ദാദിന്റെ വാദൊക്കെ ഒന്നും ഒരേപോലെ തന്നെ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക രണ്ടു കൂട്ടരും ഇൻഷാ അല്ലാഹ്. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. അൽഹംദുലില്ലാ, നല്ല മാറ്റാണല്ലോ. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ദ്വാദിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല രസമുണ്ട് പാരായണം കേൾക്കാൻ. അൽഹംദുലില്ലാ. യാ റബ്ബി ഇന്ന ഖൗമി. യാ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ. യാ റാ ഫത്ഹ മുഫഖമ റാ. യാ റാ ബ ഷദ്ദ കസ്ര റബ്ബി. യാ റബ്ബി അലിഫ് ഹംസ കസ്ര ഇ. نون حرف عن مشددة بالفتحة. إن. يا ربي إن. قاف فتحة مفخمة قا. واو سكون أو. ميم كسرة يا مد طبيعي حركتان. مي قومي. يا ربي إن قومي. ഓക്കെ, ഓതിക്കോളൂ. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. بسم الله الرحمن الرحيم ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. ഒന്നുകൂടി ഓതോ. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അൽഹംദുലില്ലാ,
മാറ്റങ്ങൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ നൽകട്ടെ. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. അവിടെ യാ ലൈതനി എന്നുള്ള മദ് കളയണം കേട്ടോ. യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. ലൈതനി ഇത്തഖദ്തു مع الرسول سبيلا. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബറകല്ലാഹ്. تحت مع همزة وصل تسقط وصلا نبدأ بها تاء شدة فتحة خا فتحة مفخمة اتخا ذات سكون اتخذ تاء ضمة تو اتخذت ميم فتحة ما عين فتحة مع اتخذت مع നോദു. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ഓക്കെ, ചില സ്ഥലങ്ങൾ വഖഫ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദ്വാദ് രണ്ടാളും ശരിയാക്കണം. ദ്വാദ് ഒന്നായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഓക്കെ, അൽഹംദുലില്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ്. തഹജീൽ ഒക്കെ ചെയ്യാം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു മദ്ദിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മദ് ലാസിം, മദ് ലാസിം എന്ന് പറയും. നിർബന്ധമുള്ള മദ് ലാസിമായിട്ട് നിർബന്ധം ഉള്ള മദ്ദാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കുറച്ചാഴ്ച അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏറെ പ്രയാസമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞു തരുന്ന എനിക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്ന ഒരു ഏരിയയാണ്. മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണ്. മദ് ലാസിം. ഓക്കെ, അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത്. മദ് ലാസിം കെലിമി മുസക്കല്, മദ് ലാസിം കെലിമി മുഖഫഫ്. മദ് ലാസിം, ഓക്കെ, ഇന്നത്തെ ഈ രണ്ട് ഇതും മാത്രം നിങ്ങൾ നോക്കുക. മദ് ലാസിം കെലിമി മുസക്കൽ ഉണ്ട്, മദ് ലാസിം കെലിമി മുഖഫഫ് എന്താണെന്നൊക്കെ ഞാൻ പറയാം, എന്താണ് എന്നുള്ളത് പറയാം. അത് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം. ഈ ആയത്ത് പാരായണം ചെയ്യാൻ വീണ്ടും ഞാൻ ഉസ്താദിനെ തന്നെയാണ് വിളിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം ഐൻ സീൻ ഖാഫ് كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن تكاد السماوات يتفطرن تكاد السماوات يتفطرن من فوقهن
والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. അപ്പോൾ നമ്മൾ മദ് ലാസിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ വരാൻ ഏറെ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. മദ് ഫറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ് ഫറൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് യാ വാവിന് ശേഷം ആരൊക്കെ വരികയാണ്? ഹംസയോ സുക്കൂനോ ഷദ്ദോ വരികയാണ്. ഹംസയോ ശുദ്ധോ സുക്കൂനോ വരികയാണെങ്കിൽ സംഭവിക്കുന്ന മദ്ദിന് പറയുന്ന പേരാണ് എന്ത്? മദ് ഫറൈ എന്ന് പറയും. മദ് ഫറൈയിൽ നമ്മൾ പഠിച്ചു മദ് മുത്തസില്, മദ് മുൻഫസില്, മദ് സിലാ കുബ്ര, ഇങ്ങനെ കുറേ മദ്ദുകൾ പഠിച്ചു. അത് മദ് ഫറയിൽ പെട്ടതന്നെ. ഇത് അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംസയാണ്. മദ് അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരികയാണ്. അപ്പൊ ഈ മദ് ഫറയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഹംസ കാരണം സംഭവിക്കുന്ന മദ്ദുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് മദ് ലാസിമാണ്. മദ് ലാസിമിന്റെ കാരണക്കാര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? സുക്കൂനും ഷദ്ദുമാണ്. അതായത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിന് സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം. പ്രത്യേകം ശ്രദ്ധിക്കുക. മദ്ദക്ഷരങ്ങളായ അലിഫ് യാ വാവ്, മദ്ദക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന ഹർഫിന് സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം. ഇനി മദ് ലാസിമിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. അലിഫ് യാ വാവ്, അതിനുശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ 6 ഹറക്കത്തിന്റെ സമയം ദൈർഘ്യം എടുത്തുകൊണ്ട് ആ ഭാഗം പാരായണം ചെയ്യണം. അതാണ് മദ്. നിർബന്ധമാണ്. സിത്ത ഹറക്കാത്ത് ലാസിമാണ്. നിർബന്ധമായിട്ടും 6 ഹർഫ് ദീർഘം നൽകണം. അതായത് അലിഫ് യാ വാവ് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ ആ മദ്ദിന് മദ് ലാസിം എന്നാണ് പറയുക. അത് 6 ഹർക്കത്തിന്റെ സമയം നൽകിക്കൊണ്ട് പാരായണം ചെയ്യണം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മദ് ലാസിം 2 ഉണ്ട്. മദ് ലാസിം 2. ഒന്ന് കലിമി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ഉദാഹരണം. ദാബത്തിൻ, ദാബത്തിൻ. കലിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിൽ വരുന്നതാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പാരായണം ചെയ്ത ഹാമീമും ഐൻസീൻ കോഫൊക്കെ വരുന്നത്. അതിന് പറയുന്നത് ഹർഫിയാണ്. ഹർഫുകളിൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അലിഫ് ലാമ് മീമ്. അലിഫ് ലാം മീം. അലിഫ് ലാ യുമദ്ദാണ്, മദ്ദില്ല. ലാമിനും മീമിനും സിത്ത ഹറക്കാത്ത്. അപ്പൊ അതിന്റെ ഹർഫി അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്ന മദ് ലാസിം എന്താണ്? കെലിമിയാണ്. കെലിമിയിൽ സുക്കൂൻ വരുന്നതിന് പറയുന്നതാണ് മദ് ലാസിം മുഖഫഫ്, ഖഫീഫായത്. സുക്കൂന് കാരണം മദ് ലാസിം മദ് സംഭവിക്കുകയാണെങ്കിൽ, മനസ്സിലായല്ലോ? മദ് ലാസിം സുക്കൂന് കാരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് മദ് ലാസിം മുഖഫഫാണ്, ഖഫീഫ് എന്ന് പറയും. ഓക്കെ, ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറയാണ്. മദ് ലാസിം സുക്കൂൻ കാരണമാണ് സംഭവിക്കുന്നതെങ്കിൽ മദ് ലാസിം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മദ് ലാസിം ഹർഫിലുണ്ട്, പിന്നെ കെലിമയിലുണ്ട്. ഹർഫ് എന്ന് പറയുന്നത് ഹാമീം, അലിഫ് ലാം മീം, യാസീൻ, നൂന് ഇങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഹർഫി എന്ന് പറയുന്നത്. കെലിമ എന്ന് പറയുന്നത് ഒരു വാക്കിൽ വരുന്നതാണ്. ദാബത്തിൻ എന്ന് പറയുന്നത് പോലെ
ഒരു വാക്ക്. അപ്പം അത് വാക്കിലും സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വാക്കിലായാലും ഹർഫിലായാലും സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം സുക്കൂനാണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഹംസ കാരണം സംഭവിക്കുന്ന മദ്ദുകൾ എന്ന് പറഞ്ഞ് മദ്ദ് മുത്തസിൽ, മദ്ദ് മുൻഫസിലൊക്കെ പഠിച്ചല്ലോ. അതുപോലെ തന്നെ സുക്കൂനോ ഷദ്ദോ കാരണം സംഭവിക്കുന്ന മദ്ദുകൾക്കാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. ആ മദ്ദ് ലാസിമിൽ തന്നെ വാക്കുകളിൽ സംഭവിക്കുന്ന മദ്ദ് ലാസിമുണ്ട്, അതുപോലെ ഹർഫിൽ സംഭവിക്കുന്ന മദ്ദ് ലാസിമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഹർഫിൽ സംഭവിക്കുന്ന മദ്ദ് ലാസിമാണ്. അപ്പോൾ മദ്ദ് ലാസിമ് സുക്കൂനാണ് കാരണമെങ്കിൽ ആ മദ്ദിനെ എന്ത് നമ്മൾ പറയും? മദ്ദ് ലാസിം മുഖഫഫ് എന്ന് പറയും. ഇനി അത് പിന്നെ ഷദ്ദാണ് കാരണമെങ്കിലോ മദ്ദ് ലാസിം മുസക്കൽ എന്ന് പറയും, ഭാരമുള്ളത്. ഷദ്ദ് നൽകുന്നത് കൊണ്ട് ഭാരമുള്ളത് എന്ന് പറയും. ഒന്ന് ഭാരം കുറഞ്ഞത് ഖഫീഫ് എന്നുള്ളതും മറ്റേത് മുസക്കൽ ഭാരമുള്ളത് എന്നുമാണ് രണ്ടെണ്ണത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാണ്, മദ്ദ് ലാസിം നിർബന്ധമായും 6 ഹർക്കത്ത് ടൈം കൊടുത്ത് പാരായണം ചെയ്യേണ്ട. അപ്പോൾ മദ്ദ് ലാസിം 2 സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് കെലിമയിലാണ്. കെലിമ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ സംഭവിക്കും. മറ്റേതൊന്ന് ഹർഫിലാണ്. ഹർഫിൽ സംഭവിക്കുന്നത്. ഈ 2 എണ്ണമാണ്. ഈ 2 എണ്ണത്തിലും എന്തുണ്ട്? മദ്ദ് ലാസിം മുസക്കലും ഉണ്ട്, മുഖഫഫും ഉണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. മദ്ദ് ലാസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഹർക്കത്ത് ദൈർഘ്യം നൽകിക്കൊണ്ട് പാരായണം ചെയ്യേണ്ട മദ്ദിനെയാണ് മദ്ദ് ലാസിം എന്ന് പറയുന്നത്. മദ്ദ് ലാസിം പിന്നെ ഹർഫിലും സംഭവിക്കും, കെലിമയിലും സംഭവിക്കും. ഹർഫിൽ സംഭവിക്കുന്നതിന് അലിഫ് ലാം മീം പോലുള്ള കാര്യങ്ങൾ, യാസീൻ, നൂന്, ഖാഫ് എന്ന് പറയും. പിന്നെ വരുന്നത് പിന്നെ കെലിമയിലാണ്. കെലിമ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ സംഭവിക്കുന്നത്. അതായത് അലിഫ് യാ വാവിന് ശേഷം സുക്കൂനോ ഷദ്ദോ വരുമ്പോഴാണ് മദ്ദ് ലാസിം വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അലിഫ് യാ വാവു എന്ന മദ്ദ അക്ഷരങ്ങൾക്ക് ശേഷം ഒന്നുകിൽ സുക്കൂനുള്ള ഹർഫോ അല്ലെങ്കിൽ സുക്കൂനുള്ള വാക്കിലോ സുക്കൂന് സംഭവിക്കുകയാണെങ്കിൽ അത് മദ്ദ് ലാസിമാണ്. അതേപോലെ ഷദ്ദും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കലീമയുണ്ട്, ഹർഫിയുണ്ട്. ഈ 2 എണ്ണത്തിലും മുസക്കലും ഉണ്ട്, മുഖഫഫും ഉണ്ട്. മുസക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഷദ്ദാണെങ്കിൽ അത് മുസക്കലായിരിക്കും, കാരണം സുക്കൂനാണെങ്കിൽ അത് മുഖഫഫായിരിക്കും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും പിടുത്തം കിട്ടിയിട്ടുണ്ടോ? എക്സാമ്പിൾ കാണിച്ചു തരുമോ? ഓക്കെ, എക്സാമ്പിളിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായി. കെലിമി എന്ന് പറയുന്നത് ഹുവ മാക്കാന ഫി കെലിമത്ത്, അത് ഒരു വാക്കിൽ സംഭവിക്കും. ഹർഫി എന്ന് ഹുവ മാക്കാന ഫി ഹർഫിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. മദ്ദ് ലാസിം ഇതാ മദ്ദ് ലാസിം കെലിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്ദ് ഫി കെലിമി ഒരു വാക്കിലാണ്. ഉദാഹരണം ഇതാക്കണം, ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഹർഫി എന്ന് പറയുന്നത് മദ്ദ് ഫി ഹുറൂഫുൽ മുഖത്തഅത്ത് എന്നാണ് പറയാം. ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറഞ്ഞാൽ കേവല അക്ഷരങ്ങളിൽ സംഭവിക്കുന്നത്. ഉദാഹരണം നോക്കൂ. ഓക്കെ, ഇതിൽ കെലിമിയിൽ എന്തുണ്ട്? മുസക്കലുണ്ട്, മുഖഫഫും ഉണ്ട്. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും ഡിസ്റ്റർബ് ആവും, പൂട്ടിയാൽ നല്ലതേ. കെലിമിയിൽ അതായത് മദ്ദ് ലാസിം കെലിമി ഹർഫി ഉണ്ട്. കെലിമിയിൽ മുസക്കലുണ്ട്, മുഖഫഫുണ്ട്. അതേപോലെ ഹർഫിലും ഉണ്ട് മുസക്കലും മുഖഫഫും. ഈ മുസക്കല് മുഖഫഫ് എന്ന് പേടിക്കാനൊന്നുമില്ല. ഷദ് കാരണം സംഭവിക്കുന്നത് മുസക്കൽ, സുക്കൂന് കാരണം സംഭവിക്കുന്നത് മുഖഫഫ്. ഓക്കെ, അത് 2 എണ്ണത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു വാക്കിലുമുണ്ട്, ഹർഫിലും ഉണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് നോക്കാം. ഷദ്, മദ്ദ് ലാസിം, കെലിമി, മുസക്കൽ. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആ ഉദാഹരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ. റാ ഫത്ഹ അലിഫ് മദ്, ശേഷം ആര് വന്നു? ദാല്, ഷദ്ദുള്ള ദാല് വന്നു. അപ്പോൾ അലിഫ് മദ്ദിന് ശേഷം ഷദ്ദുള്ള ഒരു ഹർഫ് വന്നു. അതുകൊണ്ട് അവിടെ 6 ദീർഘം നൽകി ഉച്ചരിക്കണം. പിന്നെ അപ്പോൾ ഇവിടെ ഈ മദ്ദ് ലാസിം സംഭവിക്കാൻ കാരണം ഷദ്ദാണ്.
ഷദ് വന്നതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ മദ്ദിലാസിം സംഭവിച്ചു. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? മദ്ദിലാസിം കെലിമി മുസക്കലായിരിക്കും. ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് റാദൂഹു 6 ടൈമിങ് ഇങ്ങനെ വെച്ച് നോക്കാം. റാദൂഹു. വേറൊരു ഉദാഹരണം നോക്കാം നമുക്ക്. അത്വാമതു. അവിടെ ത്വാഇന് ശേഷം ത്വാഇന്റെ അലിഫ് മദ്ദിന് ശേഷം ഷദ്ദുള്ള മീമ് വന്നു. അപ്പം അത് എന്താണ്? മുസക്കലായിട്ടുള്ള മദ് ലാസിമാണ്. ഓക്കെ, അടുത്ത നോക്കൂ. അൽഹാഖ. നമ്മൾ പാരായണം ചെയ്യൽ എങ്ങനെയാണിത്? അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ, എങ്ങനെയൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല. അൽഹാഖതു എന്ന് 6 ഹർക്കത്ത് നിർബന്ധം, മദ് ലാസിം. അടുത്തൊരു ഉദാഹരണം നോക്കൂ. അസ്സാഖതു. അവിടെയും സ്വാദിന് ശേഷം സ്വാദ് അലിഫ് മദ് ശേഷം ഖാഇന് ഷദ്ദ് വന്നു. പിന്നെ അടുത്തത് ദാബത്തിൻ, ബാഇന് ഷദ്ദ് വന്നു. പിന്നെ നമുക്ക് അറിയുന്ന ഒരു ഭാഗമാണ്, ഏതാണ്? നമ്മളെല്ലാവരും വലദ്ദാലിൻ ആമീൻ അല്ലേ? ഇതെങ്ങനെയാ പാരായണം ചെയ്യുന്നത്? എന്ന് 6 ഹർക്കത്ത്. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദോദിന് അലിഫ് മദ്ദിന് ശേഷം ലാമാണ്. 6 ഹർക്കത്ത് നിർബന്ധമാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. ഞാൻ പാരായണം ചെയ്യാത്ത ഒരാളെ വിളിക്കാം. ആരാണ് പാരായണം ചെയ്യാത്ത ഒരാളുള്ളത്? സ്ക്രീൻ കാണുന്ന ഞാൻ എന്ന് പറഞ്ഞ സൗദത്ത, നിങ്ങൾ നേരത്തെ പാരായണം ചെയ്തിരുന്നോ? എന്നാ സൗദത്ത പാരായണം ചെയ്തോളൂ. ആയത്ത് പാരായണം ചെയ്യാനാ പറഞ്ഞത്. ആയത്ത് കണ്ടില്ല? കണ്ടു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق السماوات بغير علم عمد بغير عمد ترونها. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച സംഭവമുണ്ട് ദാബ. അതിൻ്റെ തഹജിയാണ് ഇവിടെ. ഞാനൊന്ന് പറയാം, നിങ്ങൾ അത് പിന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ നോക്കി, നമ്മൾ നേരത്തെ പഠിച്ചത് ദാൽ ഫത്ഹ മാത്രമായിരുന്നു, പിന്നെ അലിഫ് മദ് വന്നു. ഇപ്പം നോക്കി നിങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ലെവലിൽ വരികയാണെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം ഇപ്പം നമുക്ക് കൂട്ടാനുള്ളത് മദ് ലാസിം കെലിമി മുസക്കൽ 6 ഹർക്കാത്ത് എന്ന് മാത്രം ചേർത്താൽ മതി.
അന്നത്തെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് നമ്മൾ ഒരിക്കലും ലീവ് വരരുതെന്ന് പറയാൻ കാരണം, കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ദാബത്തിൻ എന്നുള്ളതിൻ്റെ പിന്നെ തഹജിയാണ് ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി. അലിഫ് മദ് ലാസിം, മദ് ലാസിമാണ്. കെലിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ്, ഒരു വാക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. അലിഫ് മദ് ലാസിം എങ്ങനെ വന്നത്, ഒരു വാക്കിലാണ് വന്നത്. മുസക്കലാണ്. മുസക്കൽ എന്ന് പറയാൻ കാരണം എന്താണ്, ബാഇന് ഷദ്ദ് വന്നതുകൊണ്ടാണ് അതെന്തായത് മദ് ലാസിമായത്. സിത്ത ഹർക്കാത്ത്, 6 ദീർഘം കൊടുക്കണം. ബ ഷദ്ദ ഫത്ഹ, ബാഇന് ഷദ്ദ് ഫത്ഹ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ദാൽ ഫത്ഹ അലിഫ് മദ് ലാസിം കെലിമി മുസക്കൽ. മുസക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു വാക്കിൽ മദ് ലാസിം സംഭവിക്കാൻ കാരണം ഷദ്ദാണെങ്കിൽ അത് മുസക്കലായിരിക്കും, സുക്കൂനാണെങ്കിൽ എന്തായിരിക്കും, മുഖഫഫ് ആയിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടായി പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് ലാസിം കെലിമി മുസക്കൽ, എന്തുകൊണ്ട് ലാസിം കെലിമി മുഖഫഫ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ന് നമ്മൾ ഈ ഒരൊറ്റ ചെറിയ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. മുഖഫഫ് നാളെ നോക്കുന്നുള്ളൂ, അടുത്ത ആഴ്ചയെ നോക്കുന്നുള്ളൂ. അപ്പം അതെന്താ വെച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഉഷാറായിട്ട് പഠിക്കുന്ന ആളുകളായതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത് പഠിച്ചെടുക്കാൻ കുറേ സമയമെടുത്തെന്ന് മാത്രമല്ല, എങ്ങനെയായിട്ട് അത് ഉൾട്ടായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ കേസിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം, അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ശരിയാവും. ഓക്കെ, റൈഹാന താത്ത ഓക്കെ, ഔദിക്കോളൂ. فإذا جاءت الصاخة. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അവിടെ അസ്സാഖ എന്ന് പറയുന്ന അസ്സാഖ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ തഹജ്ജ് ചെയ്യേണ്ടത്? ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ൽ. സ്ക്രീൻ കാണുന്നില്ല, ചിലപ്പോൾ റേഞ്ച് കട്ടാവുന്നത് കൊണ്ടായിരിക്കും. റൈഹാൻ പറയാൻ കഴിയോ? ഉസ്താദ് ഒന്ന് ലെഫ്റ്റ് അടിച്ച് കയറിയാൽ കിട്ടും സ്ക്രീനിൽ. ലാം ഷംസിയ മുദ്ഗമ തിസ്വാദിൽ മഫ്തൂഹ മുഫഖമ അസ്സ. അങ്ങനെയാണോ പറയേണ്ടത്? അത് മൊത്തത്തിലല്ലേ ഞാൻ നേരത്തെ എഴുതി കാണിച്ചത്? ഒന്നും കൂടെ പറയാം. അംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ നബ്ദഉ ബിആ ലാം ഷംസിയ മുദ്ഗമ തിസ്സാദിൽ മഫ്തൂഹ മുഫഖമ അലിഫ് മദ് ലാസിം. അലിഫ് മദ് മുഫഖമ പറയട്ടോ. അലിഫ് മദ് ലാസിം കലിമി മുസക്കൽ 6 ഹറക്കാത്ത് ഹംസ ലാസിം 6 ഹറക്കാത്ത് അലിഫ് മദ് ലാസിം 6 കലിമി മുസക്കൽ ഖാവ് മുസക്കൽ ബ ഖാവ് ഫത്ഹ. ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പിന്നെ നോക്കിയിട്ടില്ലല്ലോ, അത് വലിയൊരു തഹജ്ജയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ഷംസിയ മുദ്ഗമ ഫി സ്വാദിൽ മഫ്തൂഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ലാസിം കലിമി മുസക്കൽ 6 حركات خاء شدة فتحة مفخمة الصاخة ساكنة عند الوقت الصاخة. ഓക്കെ, സ്പീഡ് പറഞ്ഞതുകൊണ്ട് കിട്ടായികയൊന്നുമില്ലല്ലോ അല്ലേ? മനസ്സിലായിട്ടില്ലേ പറഞ്ഞത്? ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. സ്വാദ്
لام شمسية مدغمة في الصاد المفتوحة مفخمة ألف مد مفخمة مد لازم كلمي مثقل 6 حركات خاء شدة فتحة مفخمة الصاخة. اوكي. فإذا جاءت الطامة الكبرى. بسم الله الرحمن الرحيم. فإذا جاءت الطامة الكبرى. മീമിന് ഷദ് വന്നിട്ടുണ്ടല്ലോ. فإذا جاءت الطامة الكبرى. മീമൊന്ന് മണിച്ചാൽ ക്ലിയർ ആയിരുന്നു. فإذا جاءت الطامة الكبرى. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാഖ എന്നുള്ളത് മദ് ലാസിമാണ് എന്ന് പറയും. സിത്ത ഹർക്കാത്താണ്, സിത്ത എത്തിയിട്ടില്ല. അപ്പോ കുറച്ചും കൂടി പിന്നെ ഹ ഇല്ല, അല്ല ആക്ക മല്ല ആക്ക എന്ന പോലെ ആണ് പോയത്. ഹിന്റെ അടുത്തേക്ക് പോയിട്ടില്ല, ഹ ആയിട്ടില്ല. കുറച്ചും കൂടി ഹിലേക്ക് എന്താവേണ്ടിയിരുന്നു, പോകേണ്ടിയിരുന്നു. ഹ ഹ അൽ ഹാഖത്തു മൽ ഹാഖ. ഒന്ന് അൽഹാഖ മാത്രം ഒന്ന് ഫസ്റ്റ് രണ്ടായത്ത് മാത്രം ഒന്ന് പാരായണം ചെയ്ത് നിർത്തിയിട്ട് പാരായണം ചെയ്താൽ മതിയെ. الحاقة ما الحاقة. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ പിന്നെ വെച്ചത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവണ്ട എന്നതിൻ്റെ പേരിൽ ആണ് വളരെ ഷോർട്ടായിട്ട് വെച്ചത്. സൂറത്ത് ഫുർഖാനിലേക്ക് നമ്മൾ പോവാണ്. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരാളെ വിളിക്കാം, പേര് വിളിക്കാം. ആ പേര് വിളിക്കുന്ന ആളൊന്ന് വിവരിച്ചു തന്നാൽ മതി. മദ്ദക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് എന്നിവയ്ക്ക് ശേഷം സുക്കൂനോ ഷദ്ദോ വന്നാൽ അത് മദ് ലാസിമാണ്, സിത്ത ഹർക്കാത്താണ്. ഒരു ഉദാഹരണം പറഞ്ഞേരി, പാരായണം ചെയ്തേരി. അൽഹാഖ പോരാ, നീളം പോരല്ലേ? സിത്ത ഹർക്കാത്ത് എന്ന് പറയുമ്പോ അതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞത്. ശ്വാസം ഇച്ചിരി അത്ര നീട്ടാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം, കുഴപ്പമില്ല. ബാക്കി പറഞ്ഞോളൂ. മദ് ലാസിമ് കെലിമയില് വരും, ഹർഫില് വരും. കെലിമയില് വരുന്നത് മുഖഫഫ, ഭാരം കുറവ്. കെലിമിൽ വരുന്ന മുഖഫഫോ അല്ല, സുക്കൂൻ വരുമ്പോഴ് മുഖഫഫ്, ഭാരം കുറഞ്ഞത്. പിന്നെ ഷദ്ദില് വരുമ്പോഴ് മദ് ലാസിം കെലിമി മുസക്കൻ, ഭാരം കൂടിയത്. ഓക്കെ ആയോ? കഴിഞ്ഞോ? പിന്നെ തഹജി പറയണം. തഹജി പറഞ്ഞോളൂ. നീളം വരാൻ വെച്ച ബുദ്ധിമുട്ടുണ്ടാകാം. അംസത്ത് തസ്ലിം തസ്കുത്ത് തസ്ലിം നബ്ദ ഫിഹാ ലാം ഖമരിയ മുളഹറ അൽ ഹാ ഫത്സ അലിഫ് മദ് ലാസിം കെലിമി മുസക്കൽ സിത്ത ഹറക്കാത്ത് ഖാഫ് ഷദ്ദ ഫത്സ മുഖഫമ ഹാ അൽ ഹാഖ ഹാസാക്കിന ഇന്ദൽ വഖഫ് അൽ ഹാഖ
ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. ഒന്നും കൂടി ശരിയാവണ്ടേ? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ആ അലിഫ് മദ്ദിന്റെ മീതെ വിലങ്ങനെയുള്ള വര ലാസിമിന്റെ അടയാളം എന്തെങ്കിലും ആണോ? അല്ല, അത് അലാമത്താണ്, മദ്ദിന്റെ അലാമത്താണ് അത്. അത് അലിഫ് മദ്ദിന്റെ എല്ലാ അലിഫ് മദ്ദിനും അലാമത്തുണ്ടോ? എല്ലാ അലിഫ് മദ്ദിനും ഇല്ല. മദ് ഫറഈ ആകുന്ന മദ് ഉണ്ടാവുമല്ലോ, ഫറഈ ആകുന്ന, ഫറഈ എന്ന മുത്തസില്, മുൻഫസില്, സില കുബ്ര, അതേപോലെ ലാസിമ്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രം വരും. അലാമത്താണ് അവിടെ. ആ അലാമത്ത് വരുന്നത് ഇപ്പൊ അതിന്റെ നേരെ താഴത്തുണ്ടില്ലേ, വമാ അദ്റാഖ, അവിടെ കണ്ടി അതേ സാധനം തന്നെ കണ്ടില്ലേ, ഫറഈ ആയ മദ്. മൊത്തത്തിൽ ഫറഈ ആയ മദ്ദിന്റെ അലാമത്താണ്. ലാസിമിന് പ്രത്യേകമായിട്ടുള്ള ഇല്ല ഇല്ല ഇല്ല, ലാസിമിന് പ്രത്യേകമായിട്ടില്ല. ഇത് മദ്ദിന്റെ അലാമത്താണെന്നാണ് പറയാത്. ലാസിമിന് പ്രത്യേകമായിട്ട് അലാമത്ത് പറഞ്ഞപ്പോ ഈ ശ്രദ്ധ മദ്ദിന് ശേഷം ശ്രദ്ധ വരിക. മദ്ദിന് ശേഷം ശ്രദ്ധ വരിക എന്നുള്ളതാണ്. അതായത് പിന്നെ ഇതൊക്കെ മദ് ഫറഈൽ പെട്ടതാണ്, അസാധാരണ മദ്ദിൽ പെട്ടതാണ്. പിന്നെ അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു കാര്യം ചെയ്തു, സാറ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചോദിച്ചോളൂ. ഒരു കാര്യം ചെയ്യാം, പിന്നെ ഇബ്രാഹിം കുട്ടി സാർ ഇതൊന്ന് ചെറുങ്ങനെ ഡിഫൈൻ ചെയ്തു തരും. അതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. സാർക്ക് മനസ്സിലായ ലാസിം ഒന്ന് പറഞ്ഞു തന്നവൻ. മദ് ലാസിം എന്ന് പറഞ്ഞാല് നിർബന്ധമായിട്ട് 6 ഹറക്കാത്ത് നീട്ടല് നിർബന്ധമായിട്ടുള്ളതാണ്. മദ് ലാസിമ് 2 കാരണം കൊണ്ട് വരാം. ഒന്ന് കെലിമിയായിട്ട് വരാം, ഒന്ന് ഹർഫി ആയിട്ടുള്ള കാരണം കൊണ്ട് വരാം. അല്ല, കാരണമല്ല, കാരണം എന്ന് പറയാൻ പറ്റൂല. 2, അതായത് വാക്കിലും വരും, ഹർഫിലും വരും. കാരണം എന്താണ്? സുക്കൂനോ ശബ്ദമാണ്. അലിഫ് വാവു മദ് അക്ഷരങ്ങൾക്ക് ശേഷം ലാസിമായി. അങ്ങനെയാണ്. അത് ഒരു വാക്കിലും സംഭവിക്കും. വാക്കില് വരികയാണെങ്കിൽ മദ് ലാസിം കെലിമി, ഹർഫില് വരികയാണെങ്കിൽ മദ് ലാസിം ഹർഫ്. ഓക്കെ ഓക്കെ ഓക്കെ, കെലിമില് വരികയാണ് മദ് ലാസിം കെലിമി, ഹർഫില് വരാൻ മദ് ലാസിം ഹർഫി. ഓക്കെ, മദ് ലാസിം കെലിമിക്ക് ഉദാഹരണം ദാബത്തിൻ. ഹർഫില് വരുന്നതിന് ഉദാഹരണം അലിഫ് ലാം മീം. അതാണോ? റെഡിയാ. ഓക്കെ, അപ്പൊ ഈ പിന്നെ മദ് ലാസിം കെലിമി മുസക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കണില്ല. ഓക്കെ, ഇനി മൂസിനത്താത്ത ചോദ്യം ചോദിച്ചോളൂ, സംശയം എന്നിട്ട് പറയാം. മുസക്കല എന്ന് പറഞ്ഞാല് മദ് ലാസിമിന് ഷെദ് വന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം പിന്നെ അതില് ഷദ്ദ ഫതഹ നമ്മള് തഹജ്ജ് ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ? അത് എങ്ങനെ? ഇപ്പൊ ഹാഫ എന്നുള്ളതിന് പിന്നെ ഫത്ഹ, അലിഫ്, മദ് ലാസിം, കെലിമി, മുസക്കൽ, സിത്ത ഹർക്കാത്ത്, പിന്നെ ഖാഫ് പറയണ്ടെന്നാണ് പറയുന്നത്. അല്ല, പിന്നെ ഷദ്ദ ഫതഹ നമ്മള് പറയണല്ലോ. കാരണം പറഞ്ഞാൽ അവിടെ ഷദ്ദ വന്നുകൊണ്ട് ലാസിം സംഭവിച്ചു നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ ഷദ്ദ ഫതഹ വേണം. അപ്പൊ നമ്മള് ആ കാരണക്കാരെ മൊത്തം ഒഴിവാക്കുന്ന ഒരു കണ്ടീഷൻ ആയി പോലെ. അവിടെ ഷദ് വന്നതുകൊണ്ട് ആണ് മുഷക്കൽ എന്ന് പറഞ്ഞത്. ഷദ് വന്നതുകൊണ്ടാണ്. എന്തിന് ഷദ് വന്നാണെന്ന് പറയണ്ടേ? ഹർഫിനാവുന്ന. അപ്പൊ ഖാഫ് ഷദ്ദ, അത് ഖാഫിന് പിന്നെ ഷദ്ദ ഫത്താണ്, 11ാമത്തെ ഹാലാണ് അത്. അപ്പൊ അത് നമ്മൾ പറയുന്നേ വേണമല്ലോ. അല്ലാണ്ട് അത് നമ്മൾ ഷദ്ദ അവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ മദ് ലാസിം ഇല്ലാണ്ടാവില്ല. അത് ഈ മുസക്കലും മുഖഫഫും പറയാൻ കാരണം എന്താണ്? മദ് ലാസിം സുക്കൂനിലും സംഭവിക്കും, ഷദ്ദിലും സംഭവിക്കും. സുക്കൂനിലും സംഭവിക്കുകയാണെങ്കിൽ മുഖഫഫ് എന്ന് പറയും, ഷദ്ദിലാണ് സംഭവിക്കണമെങ്കിൽ മുസക്കൽ എന്നും പറയും. മുഖഫഫിന് ഒരു ഉദാഹരണം പറഞ്ഞു തരുമോ സുക്കൂനിൽ സംഭവിക്കുന്നതിന്? വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും.
വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തെ ഒരു സൂറത്തിലെ 2 ആയത്തിലാണ് ആ പദം വന്നിട്ടുള്ളത്. നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും. ഞാൻ എന്താ വെച്ചാൽ അത് ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു സംഭവമാണ്. രണ്ടും കൂടി പഠിക്കേണ്ടതാണ്. ഞാൻ വെക്കാതിരുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ശ്രദ്ധപ്പെടാത്താണ് അല്ല ഞാൻ മനഃപൂർവ്വം വെക്കാതിരുന്നാണ്. ശരിക്കും അത് ഇന്ന് എടുത്തു പോകാനുള്ളേ ഉള്ളൂ. പക്ഷെ പറയാതിരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ അതിനെ ഞാൻ മാറ്റിവെച്ച് ഇത് ക്ലിയർ ആയതിന്റെ ശേഷം അടുത്തതിലേക്ക് പോകാം എന്നുള്ളത് കരുതിയിട്ടാണ് അതിനവിടെ മാറ്റി വെച്ചത്. അതൊന്നുമില്ല, സിമ്പിളാണ്, ഒറ്റ വാക്കാണ്. 2 സുക്കൂൻ തന്നെയല്ലേ വരുന്നല്ലേ? 2 സുക്കൂൻ തന്നെയല്ലേ? ശ്രദ്ധയിലെ സുക്കൂൻ ഉണ്ട്. ഷദ്ദുള്ള വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹർക്കത്തും ഒരു സുക്കൂനും ഒരു ഹർക്കത്തുമാണ് എന്താണ് ഷദ്ദായിട്ട് മാറുന്നത്. അത് ഹർക്കത്തും സുക്കൂനുള്ള ഹർഫും പിന്നെ ഹർക്കത്തുള്ളതും കൂടിയാണ് ഷദ്ദായിട്ട് മാറുന്നത്. ഷദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സുക്കൂൻ തന്നെയാണ്. ഓക്കെ, ഇനി ഞാന് പിന്നെ എന്താ പറയാ, ഇബ്രാഹിംകുട്ടി സാർ ചോദിച്ചു ഏതാണ് പദം എന്ന്. എന്ന ഒരൊറ്റ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ഇത് വരുന്നതാണ്. അത് അടുത്ത ആഴ്ച ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ ഇത് നമ്മൾ പഠിക്കാം, ഇത് നമ്മൾ ക്ലിയർ ആക്കാം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് പിന്നെ സാജിദത്ത എന്താ സംശയം ഉണ്ടോ? അതെ അത് 2 പിന്നെ ആകെ 2 പിന്നെ നമ്മൾ കെലിമിൽ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖഫഫ് ഒന്നേ വരുന്നുള്ളൂ, അൽ ആന മാത്രം. മുസക്കലാണ് പിന്നെ വരുന്നത്. അപ്പം പിന്നെ നമ്മൾ തഹജ് ചെയ്യുമ്പോൾ പ്രയാസമില്ല. അൽ ആനാണോ അത് മുഖഫഫാണ്, ബാക്കിയുള്ളത് മുഴുവൻ എന്തായിരിക്കും, മുസക്കലായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 5-6 വാക്കുകൾ തന്നല്ലോ. അല്ല ദ്വാലീനായാലും ഹാക്കയായാലും ദാബത്തായാലും സോഹ എന്നുള്ളതായാലും അങ്ങനെ കുറേ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക, അത് നിങ്ങൾ തഹജ് ചെയ്ത് പഠിക്കുക. അപ്പം തഹജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷദ്ദ് കാരണം സംഭവിച്ചതാണെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് നമ്മൾ മുസക്കൽ മുഖഫഫ് എന്ന് വേർതിരിച്ച് പറയുക. അത് ലാസിമാണ് എന്ന് പറയാം. ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോളി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച പിന്നെ ഇതിന്റെ ബാക്കി, അതായത് മുഖഫഫും പഠിക്കും, കെലിമിയിലേക്കും പോകും, അല്ല ഹർഫിലേക്കും പോകും. അത് ഏത് സൂറത്തിലാണ് മുഖഫഫ് ഉള്ളത്? അടുത്ത ആഴ്ച പറഞ്ഞു ബേജാറാവണ്ട. അതല്ല, ഞാൻ അതിന്റെ സന്ദർഭം ഒന്ന് നോക്കാൻ വേണ്ടിട്ടായിരുന്നു അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അടുത്ത ആഴ്ച നോക്കാം. നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ആനയാണ് എന്നാണ് ആ വാക്ക്. ഏത് സൂറത്താണെന്ന് പറഞ്ഞോളൂ. ആ ഒരു സൂറത്തിൽ 2 തവണ വരുന്നു. സൂറത്ത് ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു. ഞാൻ പിന്നെ അടുത്ത ആഴ്ച നമുക്കത് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും അതാ വിളിച്ചു പറയുന്നതാ മെറുനിസത്താത്ത. അതാ മെറുനിസത്താത്ത വിളിച്ചു പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അടുത്ത ആഴ്ച നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ വെക്കാതിരുന്നത്. ഇപ്പൊ തന്നെ എല്ലാവരും പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. അത് നിങ്ങൾ തഹജ്ജ് ആണെങ്കിൽ പഠിക്കുക. നാളെ അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ആർക്കെങ്കിലും വേറെ മുറാഗാത്ത് മീനിങ് എന്താണ്? മുറാഗാത്ത് അതിൽ പറയുന്നില്ലേ, ഹാലത്ത് ബൈനൽ ഇൽഹാർ വൽ ഇദ്ഗാം മഅ മുറാഅത്തിൽ ഉന്ന വ അദമി തശ്ദീദ്. മുറാഅത്തിൽ ഉന്ന വ അദമി തശ്ദീദ് പറയുന്നു. അതായത് ഉന്ന പരിഗണിച്ചിട്ട് ഷദ്ദ് കളഞ്ഞിട്ട്, ഉന്നനെ ഉന്നുണ്ട് പക്ഷെ ഷദ്ദ് ഉണ്ടാവാൻ പാടില്ല. അത് ഇതില്ലേ എന്താണ് ഇഖ്ഫാഇന്റെ ഡെഫിനിഷൻ ആയിരിക്കും ചോദിച്ചത്. ഇഖ്ഫാഇന്റെ ഡെഫിനിഷൻ അതാണ്, ഷദ്ദ് ഉണ്ടാവില്ല പക്ഷെ ഉന്ന വേണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും ഇനി നമ്മൾ അടുത്ത ഇത് ആദ്യം തന്നെ കെലിമി പറയാൻ കാരണം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ ഇതിന്റെ തഹജ്ജി പറഞ്ഞുതരാം. ഏതിൻ്റെത്
അത്തോമത്തു എന്നുള്ളതിൻ്റെ തഹജ്ജി ഞാൻ പറഞ്ഞുതരാം. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദൗ ബിഹ ലാം ശംസിയ മുദ്ഗമ ഫിത്താഇൽ മഫ്തൂഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ലാസിം കലിമി മുസക്കൽ സിത്ത ഹർകാത്ത് മീം ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ الطامة ضمة الطامة فإذا جاءت الطامة الكبرى. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതാണ്. ഇനി നമ്മൾ നേരെ ചോദിച്ചോളൂ. ചെയ്യുന്നിടത്ത് പിന്നെ ലാസിമ വരുന്നില്ലേ, അവിടെ തഹജ്ജി ചെയ്യുമ്പോ പിന്നെ അതിന്റെ കൂടെ ഹാസാക്കിന ഇന്ദൽ വഖഫ് പറയുന്നതിന് കുഴപ്പമുണ്ടോ? രണ്ടാമതല്ല നമ്മൾ അങ്ങനെ പറഞ്ഞേ. പിന്നെ ഇവിടെ രണ്ടാമതാണല്ലോ വരുന്നത്, മീമാണല്ലോ ലാസിമാവാൻ കാരണം. മറ്റേത് അത് അടുത്ത തന്നെയാണല്ലോ വരുന്നത്. മദ് ലാസിമ് മീമ് വരെ വരുന്നുള്ളൂ, താവ് അടുത്തതാണ്. അപ്പൊ അത് താവ് വേറെ തന്നെ പറയണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ തെഹജിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചുതരാം. ആ തെഹജിങ്ങൾ അതേപോലെ പറയാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന തെഹജി എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നത് പാരായണത്തിന് മാത്രമാണ്, തെഹജിക്കല്ല. തെഹജി നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക ആ തോമത്തു അവിടെയുള്ള നിയമം എന്താണ്, അപ്പം നമുക്ക് ഇങ്ങനെ പാടി പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദൗ ബിഹ ലാം ശംസിയ മുദ്ഗമ ഫിത്താഇൽ മഫ്തൂഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ലാസിം കലിമി മുസക്കൽ സിത്ത ഹർകാത്ത് മീം ഹർഫ് ഗുന്ന മുശദ്ദദ ബിൽ ഫത്ഹ. അപ്പോൾ മറ്റാളിങ്ങനെ ആലോചിക്കുക, കുഴപ്പമില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്. അതായത് അതിൽ കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് വിഷയം. അത് മദ് ലാസിമാണ്, അത് കെലിമയിലാണ് വന്നിട്ടുള്ളത്. 6 ദീർഘം നൽകണം. കാരണം എന്താണ്, അതിനുശേഷം വന്ന മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്. ഷദ്ദ് വന്നതുകൊണ്ട് അത് എന്താണ്, മുസക്കലും കൂടിയാണ് എന്ന് അത്ര സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. പക്ഷെ ഈ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഖുർആനെക്കാട്ടി മുകളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ നിൽക്കണ്ട. എപ്പോഴും അതിൻ്റെ ഈ ഒരു ടൂള് നമ്മൾ ഈ പാരായണം ക്ലിയർ ആക്കാനും അതിൻ്റെ നിയമവശങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാക്കിയിട്ട് തെഹജീനെ മാറ്റുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. കാരണം ഒരുപാട് സംശയങ്ങൾ പിന്നെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മുഫഹമയായ അക്ഷരത്തിന് ഫത്ഹയും ബൊമ്മയും കെസ്റയും ബൊമ്മയും ഒക്കെ വരുമ്പോൾ അത് മുഫഹമ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഫത്ഹയിൽ മാത്രമാണ്. കെസ്റയിലും ബൊമ്മയിലും ഒക്കെ നമ്മൾ പരമാവധി അതിനെ ഒഴിവാക്കുക. അപ്പം തെഹജി പിന്നെ ഒന്ന് ആലോചിക്കേണ്ട, തെഹജി പഠിക്കുന്ന മുഫഹമ പറഞ്ഞ് പഠിപ്പിക്കാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഹർഫിനെ വായി നിറച്ച് ഉച്ചരിക്കാനും തഫ്ഹീമോടുകൂടി ഉച്ചരിക്കണം എന്നൊരു ബോധം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് മുഫഹമ പറയുന്നത്. ശരിക്കും നമ്മൾ ഈ പിന്നെ 10, 18, 20 ഹാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ മുഫഹമൊന്നും പറയുന്നില്ല. അത് അങ്ങനെയാണ്. ഇപ്പോൾ ഫത്ഹ ഫ എന്ന് പറയേണ്ട ഫ, പിന്നെ അടുത്തത് ഇ ഫ ഇ ഇദാൽ ഫത്ഹ അലിഫ് മദ് ഇ ഫ ഇദ എന്ന് ഷോർട്ടാക്കിയിട്ട് കൊണ്ടുവരും. നമ്മൾ പഠിച്ച് അതിൽ എക്സ്പേർട്ടായി കഴിഞ്ഞു. അപ്പം അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അതിനെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അതിലെ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എന്താ പറയുക, നിർബന്ധമായിട്ട് അതങ്ങനെ പറയണം എന്നുള്ളൊരു ഇത് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അതാണ്. മുഫഹമയായ അക്ഷരത്തിന് ഫത്ഹ വരുമ്പോൾ എന്താ ചെയ്യുക, തഫ്ഹീമ പറയാം. പിന്നെ കെസ്റയും ദൊമ്മയും ഒക്കെ വരുന്ന സമയത്ത് പക്ഷെ റാഇന് ഫത്ഹയും ദൊമ്മയും നമ്മൾ മുഫഹമ പറയാം. കാരണം റാഇന് കെസ്റ വരുന്ന സമയത്ത് അതിൻ്റെ എന്ത് മാറുന്നുണ്ട്, സ്വഭാവം മാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്കതിനെ എന്ത് ചെയ്യാം, ഫത്ഹയിലും ദൊമ്മയിലും ഹെവി പറയാം, മറ്റേത് തർക്കിക്കും പറയാം.
അതിന് മാത്രം ഒരു കേസ് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഫത്തയിൽ മാത്രം പറഞ്ഞാൽ. ഇനി ഒന്നും കൂടി പറയാണ്, ഇനി ആരോ ഒരാൾ കെസ്റയിലും ദൊമ്മയിലും ഫഹമ പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പറയാം. പക്ഷെ അത്ര അങ്ങനെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നുള്ളതാണ്. ഫത്തയിൽ മാത്രം മതി എന്നുള്ളതാണ്. കാരണം ഫത്തയിലാണ് കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഫത്തയിനെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഫത്ത നമ്മൾ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ ഹെവി ടോണുകൾ ആ ഒരു രീതിയിൽ തന്നെ വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല രീതിയിൽ പഠിക്കാനും പാരായണം ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സൂറത്ത് ഫുർഖാനിലെ 31 മുതൽ 36 വരെയുള്ള ആയത്തൊന്ന് കേൾക്കാം. ഈ ആയത്തുകളിലൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ ഭാഗങ്ങൾ തഹ്ജി ചെയ്യാൻ തരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തഹ്ജി ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് പാരായണം കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. ഓക്കെ, അൽഹംദുലില്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വിശുദ്ധ ഖുർആൻ അതിൻ്റെ കൃത്യമായ രീതിയിൽ പാരായണം ചെയ്യാൻ പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും നാളെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന സമയങ്ങളാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം പാരായണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപക്ഷെ ഖുർആന് ഖത്തം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഖത്തം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 10 പ്രാവശ്യം ഖത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് 1-2 തവണ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു എക്സ്പ്രസ് പോക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് ഇനി ആ ഒരു രീതിയിൽ നമുക്ക് പോകാൻ കഴിയില്ല. കൃത്യമായി വ്യക്തമായി മണിക്കിൻ്റെ അടുത്ത് മണിച്ച് നീട്ടൻ്റെ അടുത്ത് നീട്ടിക്കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു റമദാനിനെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചത് പാരായണത്തിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ ഉത്തമമായ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കാനൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നീക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ എല്ലാവിധ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പത്തിൽ നീക്കി തരുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് വിശ്വാസി സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എളുപ്പത്തിൽ നീക്കി സുഖം സന്തോഷം സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രയാസവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. പലസ്തീനിലായാലും ഇന്ത്യയിൽ തന്നെ ആയാലും കേരളത്തിലും ഒക്കെ ഇതാണ് അവസ്ഥ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله وعليكم السلام ورحمة الله وبركاته.